നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത പോർച്ചുഗലിനാണ്. കാരണം 2022 വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിക്ക് പെനാൽറ്റി കിട്ടിയ പോലെ 2026 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പെനാൽറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പലരും പറയാറില്ല 2022 വേൾഡ് കപ്പ് മെസ്സിക്കൊരു കപ്പ് പദ്ധതിയായിരുന്നു, അതുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് അത്രയധികം പെനാൽറ്റികൾ കൊടുത്തത്. ഇനിയിപ്പോൾ അടുത്ത പദ്ധതി ക്രിസ്ത്യാനോക്കൊരു വേൾഡ് കപ്പ് എന്നുള്ള രൂപത്തിൽ ഫിഫ നടത്തുകയാണ് എന്ന തരത്തിലാണ് ഈ ഒരു ആക്ഷേപമെന്നോ നിരീക്ഷണമെന്നോ ഒക്കെ പറയാവുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് ചില്ലറക്കാരനല്ല. അത് ഉറുഗ്വായുടെ ക്യാപ്റ്റനായിരുന്ന, അവർക്ക് വേണ്ടി 90-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഉറുഗ്വായ് ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഉറുഗ്വായ് ഐക്കൺ ഡിയേഗോ ലുഗാനോയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ESPN ഒരു ചർച്ചയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഉറുഗ്വായ് ഐക്കൺ ഡിയേഗോ ലുഗാനോ പറയുന്നത്, റൊണാൾഡോ വിൽ ഗെറ്റ് പെനാൽറ്റീസ് ജസ്റ്റ് ലൈക്ക് ലയണൽ മെസ്സി ഡിഡ് ഇൻ ഖത്തറിൽ മെസ്സിക്ക് കിട്ടിയ പോലെ കുറേ പെനാൽറ്റികൾ ഇവിടെ ക്രിസ്ത്യാനോക്ക് കൊടുക്കാൻ പോവുകയാണ്. പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൽ കിരീട സാധ്യത ഏറെയുള്ളൊരു ടീമാണ്. കാരണം ബിക്കോസ് ക്രിസ്ത്യാനോ ഈസ് ഗോയിങ് ടു ഗെറ്റ് പെനാൽറ്റീസ് അവാർഡഡ് ഇൻ ഹിസ് ഫേവർ ജസ്റ്റ് ലൈക്ക് മെസ്സി ഹാഡ് ഇൻ ഖത്തറിൽ മെസ്സിക്ക് കിട്ടിയ പോലെ കുറേ പെനാൽറ്റികൾ ഇവിടെ ക്രിസ്ത്യാനോ കിട്ടാൻ പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, അതായത് മെസ്സിയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ നടന്ന പോലെ അതൊന്ന് ഈക്വലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഈ വേൾഡ് കപ്പിൽ നടക്കും, നിങ്ങൾ കണ്ടോ എന്നാണ് ഇപ്പോൾ ലുഗാനോ പറയുന്നത്. അപ്പോൾ ലുഗാനോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉറുഗ്വായിയുടെ ക്യാപ്റ്റനായിരുന്നു. 2011 കോപ്പ അമേരിക്കയിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. ഈ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ലുഗാനോ ആരാണ് എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ പോർച്ചുഗൽ കഴിഞ്ഞാൽ പിന്നെ സാധ്യത ഫ്രാൻസിനും സ്പെയിനുമാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ഏറ്റവും അധികം സാധ്യതയുള്ള ലാറ്റിൻ അമേരിക്കൻ ടീം അത് ബ്രസീലാണ്. ബ്രസീലിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് കാർലോ അഞ്ചലോട്ടിയൊക്കെ വന്നതോടുകൂടി ടീം വളരെ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. വേൾഡ് കപ്പ് പ്രോഗ്രസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് കാണാൻ പറ്റും. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം സാധ്യത അവർക്കാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്, അർജൻറ്റീനയ്ക്ക് 5 പെനാൽറ്റികളാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് കൊടുത്തത്. അതിൽ 4 എണ്ണവും കോൺട്രവേഴ്സ്യൽ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയതായിരുന്നു. അതിൻ്റെ ഒരു കാരണം മെസ്സിക്ക് ഗ്ലോബൽ ലെവലിലുള്ള ആ ഒരു പ്രശസ്തിയും കാര്യങ്ങളും, അപ്പോൾ അദ്ദേഹത്തിനൊരു വേൾഡ് കപ്പ് കൊടുക്കണം. ആ ഒരു ടെൻഡൻസി വെച്ചിട്ടാണ് ഫേവറബിളായിട്ട് കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി ലുഗാനോ തുറന്നടിച്ച് പറയുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, അതിപ്പോൾ വേൾഡ് കപ്പ് ഫൈനലിൽ കൊടുത്ത പെനാൽറ്റി അടക്കം പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഈ ഒരു പെനാൽറ്റി വിവാദത്തിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആ വേൾഡ് കപ്പിൽ 5 പെനാൽറ്റികളാണ് മെസ്സിയുടെ അർജൻറ്റീനയ്ക്ക് കൊടുത്തത്. 5 പെനാൽറ്റി, ഷൂട്ടൗട്ട് ഒഴികെ 5 പെനാൽറ്റികൾ ഉണ്ടായിരുന്നു കളിയുടെ സമയത്തുള്ളത്. ഇന്നേ വരെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു ടീമിനും 5 പെനാൽറ്റി കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് കൂടുതൽ പെനാൽറ്റികൾ കിട്ടിയിട്ടുള്ള 1978 നെതർലൻഡ്സിനും 1966 പോർച്ചുഗലിനുമാണ്. അത് 4 വീതം പെനാൽറ്റികളായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീമിന് 5 പെനാൽറ്റികൾ കിട്ടുകയും ആ ടീം കപ്പടിക്കുകയും ചെയ്യുന്നത് 2022 സംഭവിച്ചതാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉറുഗ്വായ് ഇതിഹാസം ഇത് പറയുന്നത്, ഇത്തവണ അതുപോലെ പെനാൽറ്റി ധമാക്ക അല്ലെങ്കിൽ പെനാൽറ്റി മേളം കൊടുക്കാൻ പോകുന്നത് ക്രിസ്ത്യാനോക്കാണ് എന്ന്. എന്തോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സിൽ എത്താം.